ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മനസ്സിന് സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടെയാ നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇവിടെ നിന്നാ നിങ്ങൾക്കതൊരിക്കലും കിട്ടത്തില്ല. പപ്പിമോടെ പഠിത്തത്തിനും അവിടെ തന്നെ നിൽക്കുന്ന നല്ലത്. പിന്നെ അവന്റെ രോഹിത്തിന്റെ കാര്യം അതിനി നോക്കണ്ട. അവനിപ്പം ലഹരിയുടെ മറ്റൊരു ലോകത്താ. മദ്യമാ ഇപ്പൊ അവനെ കൊണ്ടു നടക്കുന്നേ. പിന്നെ അതിനവന് കുറെ ഒത്താശക്കാരുണ്ട്, കുടുംബം തകർക്കുന്ന കുറെ ചതിയന്മാരും. അതൊക്കെ അവനവന്റെ വഴിക്ക് നടക്കട്ടെ. കുറെ കഴിയുമ്പോഴേ ഈ പറഞ്ഞവരും കൂടെ എന്നവരൊക്കെ അങ്ങ് പോവും. അവരുടെ കാര്യം കഴിയുമ്പോ അവരൊക്കെ അവനെ അങ്ങ് പുറന്തള്ളും. അപ്പൊ കരഞ്ഞൊഴിഞ്ഞ് തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഏതെങ്കിലും കടത്തങ്ങളിൽ അന്തി ഉറങ്ങി അങ്ങ് ഒടുങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പോകുന്നതിന്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മോളെ. എന്റെ മോളിന് മറ്റൊന്നും ചിന്തിക്കണ്ട. ശാരദാമ്മ ഒന്ന് വിളിച്ച കൂടെ പോണം. പോണം. അതെ, നമ്മുടെ പപ്പിക്ക് വേണ്ടിട്ടെ നിങ്ങൾ പോണം. നമ്മുടെ ഇവിടുത്തെ സങ്കടങ്ങളൊക്കെ അറിയാതെ ആ കൊച്ചെങ്കിലും ഒന്ന് വളർന്നു വരട്ടെ. വന്നോ അച്ഛന്റെ മുത്ത്? വന്നു. അമ്മേ, നല്ല വിശപ്പുണ്ട് കേട്ടോ. മോളകത്തേക്കല്ല, പൊന്നി ആന്റി അവിടെ ഉണ്ട്. കഴിക്കാനൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരി. സാറേ, ടിവിയിൽ വാർത്ത വച്ചില്ലല്ലേ? എന്തോടോ കാര്യം? എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ടെന്നാ കേട്ടത്. താൻ കാര്യം പറയടോ. നമ്മുടെ ശാലിനി കുഞ്ഞിന് ചമ്പാട എസ്റ്റേറ്റിന്റെ അടുത്ത് വെച്ച് കുത്തേറ്റെന്ന്. സീരിയസ് ആണെന്നാ കേട്ടത്. എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തിരിച്ചു തരണേ. അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. എന്റെ പ്രാർത്ഥന കൈവിടരുതേ. കൃഷ്ണ, എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ വന്ന് ചെയ്തേക്കാം. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരണം. ആശാനെ, എന്താടാ അവരൊന്നും പറയാത്തെ? ഞാനൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കാം മനുഷ്യൻ. ഇനിയിപ്പോ വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിക്കേ. വരട്ടെ ആശാനെ, അവര് കാര്യങ്ങളൊന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കാണാമല്ലോ.